എമിറേറ്റൈസേഷന്റെ പേരിൽ വഞ്ചനാപരമായ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനെതിരെ സ്വകാര്യ മേഖലയിലെ കമ്പനികൾക്കും സ്ഥാപനങ്ങൾക്കും മുന്നറിയിപ്പുമായി UAE. എമിറേറ്റൈസേഷൻ സംവിധാനത്തെ മറികടക്കാനുള്ള ശ്രമങ്ങൾ എളുപ്പത്തിൽ തിരിച്ചറിഞ്ഞ് ശക്തമായി നേരിടുമെന്നും മന്ത്രാലയം വ്യക്തമാക്കി. സ്വദേശിവൽക്കരണം നടപ്പിലായെന്ന വ്യാജ അവകാശവാദം നടത്തുക, നാഫിസ് പദ്ധതിയിലെ നേട്ടങ്ങൾക്കായി തെറ്റായ വിവരങ്ങൾ നൽകുക, നാഫിസിന് കീഴിൽ വർക്ക് പെർമിറ്റും മറ്റാനുകൂല്യങ്ങളും നേടിയ ഗുണഭോക്താവ് ജോലിക്ക് ചേരാതിരിക്കുക, ഗുണഭോക്താവ് സ്ഥിരമായി ജോലി ചെയ്യാതിരിക്കുക, നിയമപരമായ കാരണങ്ങളല്ലാതെ ഗുണഭോക്താവ് ജോലി അവസാനിപ്പിക്കുകയും അത് കമ്പനി അറിയാതിരിക്കുകയും ചെയ്യുക, പൗരന്റെ ആനുകൂല്യങ്ങളിൽ സംഭവിക്കുന്ന മാറ്റം റിപ്പോർട്ട് ചെയ്യാതിരിക്കുക എന്നിവയെല്ലാം എമിറേറ്റൈസേഷന്റെ പേരിലുള്ള തട്ടിപ്പായി കണക്കാക്കും. ഒരേ ചുമതലകൾ നിർവഹിക്കുന്ന സഹപ്രവർത്തകരെക്കാൾ കുറഞ്ഞ വേതനം സ്വദേശിക്ക് നൽകുക, നാഫിസിൽ നിന്ന് ആനുകൂല്യം ലഭിക്കുമെന്ന് പറഞ്ഞ് സ്വദേശിയുടെ കൂലി കുറക്കുക എന്നിവ പാടില്ലെന്നും മന്ത്രാലയം പ്രസ്താവനയിൽ ചൂണ്ടിക്കാട്ടി. എമിറേറ്റൈസേഷൻ പരസ്യങ്ങൾ നൽകുന്നതിനും നിയന്ത്രണങ്ങളുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. മന്ത്രാലയത്തിൽ നിന്ന് മുൻകൂർ അനുമതി വാങ്ങാതെ ഒഴിവുകൾ പരസ്യപ്പെടുത്തുമ്പോൾ എമിറേറ്റൈസേഷൻ നയങ്ങളോ അവയുടെ ആനുകൂല്യങ്ങളോ പരാമർശിക്കരുതെന്നും സ്വകാര്യ മേഖലയിലെ പൗരന്മാരുമായി ബന്ധപ്പെട്ട സർക്കാർ പിന്തുണയുടെയും പ്രോത്സാഹനങ്ങളുടെയും ഗുണങ്ങളൊന്നും തൊഴിൽ പരസ്യത്തിൽ ഉൾപ്പെടുത്തരുതെന്നും നിർദ്ദേശത്തിൽ വ്യക്തമാക്കി. മീഡിയ 1 ദുബായ്.